അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പതിവ് പോലെ ഇത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ കുക്കിംഗ് ആണ് ഒരുങ്ങിയാൽ പിന്നെ ഒരു നിർത്തം അതിൻ്റെ ഇടയിൽ ചേട്ടോ, ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത പണിയാണ്. അപ്പം ഞാനിതൊക്കെ വീതനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചായക്ക് കടി എങ്ങനെയായാലും പത്തിരി ഉണ്ടാക്കാനാട്ടോ ഒരുങ്ങാണ്. പത്തിരിക്ക് വല്ലാത്ത പൂതി, ഇറച്ചിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പം എങ്ങനെ ആയാലും വേണ്ടില്ല മുട്ടക്കറി വെക്കാം. പിന്നെ ചോറ്റക്ക് ചാറ് വെക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ കോളിഫ്ലവർ കൊണ്ട് നല്ലൊരു സാമ്പാർ പോലെ ഒരു കറിയും വെക്കട്ടോ. എന്തായാലും വേണ്ടില്ല, നല്ല മട്ടത്തിൽ വെക്കണം വെച്ചിട്ട് ഇങ്ങനെ ഒരുങ്ങാണ്. അപ്പം ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കട്ടെ, ബാക്കിയുള്ള പരിപാടി ഇങ്ങനെ ചെയ്യാലോ. ചോറ് പിന്നെ ഇന്ന് നേരത്തെ ഒന്നും വേണ്ട, കാരണം മോനൂന് പത്തിരി ഉണ്ടാക്കിയ പത്തിരി കാര സ്കൂൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ചോറിനുള്ള വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട്. അപ്പം ആദ്യം ഞാൻ പത്തിരിക്കുള്ള പൊടി വാട്ടട്ടെ. പിന്നെ ചിലവരൊക്കെ പറയും പത്തിരി ചൂടാൻ എളുപ്പമാണെന്നുണ്ടോ. എനിക്കൊരു എളുപ്പമില്ല കേട്ടോ, എനിക്ക് ഭയങ്കര പണിയാണ് ഈ പത്തിരി ചൂടാന്ന് പറയുന്നത്. അപ്പം എപ്പോഴൊന്നും ഉണ്ടാക്കില്ല, വല്ല ഉസ്താമാരെ ചിലവിൻ്റെ അന്നോ വിരുന്നേര് വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പത്തിരി ചൂടൽ. അപ്പം ഞാൻ ഏതായാലും വേണ്ടില്ല നായി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ശാലും ഞാനും മോനുള്ളല്ലോ, പിന്നെ ബാബുകാക്കൂന് എടുത്തേക്കേണ്ട ആവശ്യമില്ല. പത്തിരിക്ക് ഇറച്ചില്ലെങ്കിൽ പിന്നെ അങ്ങനെ തിന്നൂല കേട്ടോ. അപ്പം ഇത് നല്ല ചൂടാറുമ്പത്തിന് ഞാൻ ബാക്കിയുള്ള പരിപാടി ഇങ്ങനെ ചെയ്യട്ടെ. മുട്ട 3 എടുത്തിട്ടുണ്ട്, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കോളിഫ്ലവറൊക്കെ നല്ല മട്ടത്തിൽ നേരാക്കട്ടെ. അത് ധൃതിയിൽ ശരിയാക്കൽ നടക്കൂല. പിന്നെ കോളിഫ്ലവർ ഇതിൽ ചെറുതാക്കി ഇതാക്കൊന്നും വേണം. നമ്മൾ പൊരിച്ചുമ്പോൾ കോളിഫ്ലവർ നല്ല ചെറുതാക്കണം. ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കോളിഫ്ലവർ നല്ല വലിയ ഉണ്ട പോലെ തന്നെ ഒന്നിങ്ങോട്ട് വേറെടുത്തിട്ടാൽ മതി കേട്ടോ. എന്നാലാണ് സാമ്പാറിൽ നല്ലപോലെ ആ കഷ്ണം ഇങ്ങോട്ട് ശരിയായി കിട്ടുള്ളൂ. പിന്നെ അതിക്ക് ഞാൻ 2 കേങ്ങ് കൂട്ടുന്നുണ്ട്. പിന്നെ ഞാനിനി എങ്ങനെയായാലും തേങ്ങ ഉടക്കട്ടെ. നമ്മളെ മോനും ഉണ്ടെങ്കിൽ തേങ്ങയൊക്കെ ചിരകി തരാൻ ഉണ്ടാവും. ഇതിപ്പോൾ മദ്രസ സ്കൂളുണ്ടാകുമ്പോൾ ആ കാര്യമൊന്നും നടക്കൂലല്ലോ. അപ്പം ഞാൻ അതവിടെ പൊട്ടിച്ച് വെച്ചു. ഇനി എന്താ വെച്ചിട്ട് ആ മുടുക വേവാനായിക്കണം. അപ്പത്തിന് നമുക്ക് ആ അടുപ്പ് ഒജുമ്പത്തിന് ഇതാണ്ട് റെഡിയാക്കി വെക്കാമല്ലോ, പുറപ്പാടാണ്. അപ്പം നമ്മൾ പരിപ്പ് വേവിച്ചാൽ ഒരുക്കാട്ടോ. പരിപ്പ് കുക്കറിലാണ് വേവിച്ചാൽ എളുപ്പമുണ്ടല്ലോ. അതിന് ഞാൻ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് എന്തിനാണെന്നുണ്ടാവില്ലേ, നമ്മൾ ഈ കുക്കറിൻ്റെ മേലെ പതച്ച് പൊന്തുന്നതിനാണ് ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചിങ്ങാണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചാൽ നമുക്ക് നല്ല കാര്യമാട്ടോ. അങ്ങനെ നമ്മൾ മുട്ട അങ്ങോട്ട് പുഴുങ്ങി എടുത്ത് വെച്ചിങ്ങാണ്ട് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പരിപ്പിന് പിന്നെ 2 വിസിൽ വന്നാൽ മതി. പിന്നെ അതല്ല കുറേ നേരം ഞാൻ വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചിട്ടുണ്ടോ. അപ്പോൾ എളുപ്പമുണ്ട് പരിപ്പൊക്കെ വെന്ത് കിട്ടാൻ. അപ്പം ഞാൻ അത് വെന്തിട്ട് ഞാൻ അതിൻ്റെ എയർ ഒഴിവാക്കണില്ല. ഒഴിവാക്കിയാൽ നമ്മളെ പരിപ്പ് ചിലപ്പം വെന്തിട്ടില്ലെങ്കിലോ വെച്ചിട്ടാണ്. അപ്പോൾ അതവിടെ മാങ്ങി വെച്ചു. ഇനി തേങ്ങ വറക്കട്ടെ, നമുക്ക് കറി വെക്കണമല്ലോ. മുട്ടക്കറി വറുത്തരച്ചിട്ടാണ് ഞാൻ വെക്കണത് പറഞ്ഞില്ല. അപ്പം അതിക്കൊരു പട്ട കൂട്ടി കൊടുക്കുക. പട്ട കൂട്ടിയാൽ നല്ലൊരു ചൂരും ചൊയൊക്കെ ഉണ്ടാവും കേട്ടോ. കറിക്ക് തന്നെ നല്ലൊരു മണയിക്കാരം. അപ്പം അതിൽ ഞാൻ എല്ലാവരും കാട്ടണമായി തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാല കുറച്ച് കൂട്ടിയിട്ടുണ്ട്. 2 വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ എടുത്തുങ്ങാണ്ട് തേങ്ങയിലിട്ടുങ്ങാണ്ട് നല്ലോണം വറുക്കുകയാണ്. അപ്പം അതൊന്നും ഇങ്ങനെ അവിടെ ആവട്ടെ. ഞാൻ തീ കുറച്ച് വെച്ചിക്കാണ്. പിന്നെ പത്തിരിക്കുള്ള പൊടി കുറച്ചൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പം ചൂട് നല്ല അങ്ങോട്ട് ആറുമ്പത്തിന് നമുക്ക് ഇത് കുഴച്ചെടുക്കാമല്ലോ. എന്നാൽ തന്നെ അടി ഇങ്ങോട്ട് ചൂടാറിയിട്ട് ചട്ടിയിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലേസം ചുടുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്നും പാടെ സ്പൂൺ കൊണ്ടും കൈ കൊണ്ടൊക്കെ വരണ്ടിങ്ങാണ്ട് ഇതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ പൊടി നല്ല മയം കിട്ടും ചെയ്യും. ആ പൊടി അങ്ങനെ കളയണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ പത്തിരി പ്രസ് അമർത്തിങ്ങാണ്ട് അങ്ങനെ വെച്ചിക്കുക. അപ്പോൾ കുറച്ച് പത്തിരി ആദ്യം ഇങ്ങോട്ട് ചുട്ടെടുക്കട്ടെ. എന്താ വെച്ചാൽ മോനൂനെ സ്കൂൾക്ക് പറഞ്ഞേക്കണം. കുറച്ച് നേരം വൈകിയാൽ പിന്നെ നമുക്ക് ട്യൂഷൻ സെൻറ്ററിനായാലും വിളി ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അതിനാവൂല വെച്ചിട്ടാണ് കുറച്ച് നല്ല മട്ടം പോലെ ഇങ്ങോട്ട് പരത്തിയാക്കാണ്. പിന്നെ പ്രസ്സുമ്മ മാത്രം അമർത്തിയാൽ മതി. എനിക്ക് പ്രസ്സുമ്മ അമർത്തിയാലും എനിക്കൊന്നിങ്ങനെ റാക്കുമ്മേ പലമ്മയൊക്കെ ഇട്ടുങ്ങാണ്ട് പരത്തി ചുടനാട്ടോ ഇഷ്ടം. അപ്പം ഞാൻ ലേസം അവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ തോനൊന്നുമില്ല, ചുട്ട് കുഴങ്ങൊന്നുമില്ലല്ലോ, ലേസം ഉള്ളല്ലോ, നായി പൊടിയല്ലേ. അപ്പം അതാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പം അത് ഇങ്ങോട്ട് കൊടുങ്ങാണ്ട് എന്ത് ചെയ്തു, അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. മുട്ടക്കറി ചൂടാറണം, കാരണം അല്ലെങ്കിൽ ഫാനിൻ്റെ ഓട്ടിലിട്ടുങ്ങാണ്ട് ഇടങ്ങറാവണ്ടേ. അങ്ങനെ ഞാൻ വെല്ലുള്ളിയും തക്കാളിയൊക്കെ കുറച്ച് കനത്തിൽ തന്നെ നുറുക്കിയിട്ടുണ്ട്. വെല്ലുള്ളി നല്ല കനത്തിൽ തന്നെ നുറുക്കിയിട്ടാണ്. എന്നിട്ട് അത് നല്ല വാടി വന്നപ്പോൾ അതിക്ക് തേങ്ങയൊക്കെ പറന്നു കൊടുത്തു. ചോറ് ഞാൻ വാർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടക്ക്. അങ്ങനെ ഒരുപാട് പണിയാണ് ഒപ്പം ചെയ്യണത്. അപ്പം മുട്ട ഇട്ട് കൊടുക്കാണ്ട് ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ. ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ പത്തിരിയും ചുടുന്നുണ്ട് കേട്ടോ. ഈ പത്തിരിയൊക്കെ ചുടുമ്പോൾ 2 or 3 ആൾ വേണം. എന്നാൽ നല്ല സുഖമാണില്ലേ. ഒരാളിങ്ങനെ പരത്തുക, ഒരാളിങ്ങനെ പ്രസ്സും അമർത്തുക, പൊടി കൊട്ടുകയൊക്കെ ചെയ്യുക, ഒരാൾ ചുടാനും പത്തിരി ചുടാൻ എത്ര എളുപ്പമാണ്. എൻ്റെ പെരയിലൊക്കെ പത്തിരി ചുടുമ്പോൾ അങ്ങനെ എളുപ്പമാവും കേട്ടോ. ഒരു തോന ആളുണ്ടായതുകൊണ്ട് ഇവിടെ നമ്മളെ കൈ തന്നെ എത്തണ്ട. പിന്നെ മൂന്നുണ്ടെങ്കിൽ 3 പ്രസ്സും അമർത്താനൊക്കെ കൂടും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുട്ടക്കറി ആയി അത് ഞാൻ തൂമിച്ചു. ഇതാണ് ഒക്കെ ഒപ്പം ചെയ്യേണ്ട പണിയാണ്. അപ്പം അത് തൂമിച്ച് വെച്ചു. ഇനി ബാക്കിയുള്ള പരിപാടി ഇങ്ങനെ ചെയ്യട്ടെ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ അപ്പം അതിന് 3 വന്നു. ഇതാണ് ഞാൻ പറയുന്നത്. പത്തിരിക്ക് ഇഞ്ഞും ചൂടാണ്ട് കുറച്ച്. അതവിടെ നല്ല അങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞാനിതാ പത്തിരി ഓനക്ക് പാത്രത്തിലാക്കും. ഓനക്ക് എങ്ങനെയായാലും ഉച്ചക്ക് നല്ല ഇഷ്ടപ്പെട്ട് കൊണ്ടത് കൊടുത്തന്ന് ഉമ്മാക്ക് കുറച്ചും പാടെ ആക്കിക്കൂടായിരുന്നു പറഞ്ഞു. കൊടുത്തയക്കുമ്പോൾ വേണ്ടാന്ന് തന്നെ പറയുള്ളൂ കേട്ടോ. അപ്പോൾ പറയുക ലേസം മതി. അങ്ങനെ ഞാൻ 5 6 പത്തിരിയും അതിക്ക് കറിയും കൊടുത്തു അയച്ചു. അപ്പോൾ ഓൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ സലാമത്തായി. പിന്നെ ഞാൻ മീൻ പൊരിക്കാണ്ട് കേട്ടോ. മീൻ ഇവിടുന്ന് തന്നെ വരച്ചാണ് കൊണ്ടുപോവാണ് സിങ്ക് കഴുകാൻ കേട്ടോ. എന്താ വെച്ചാൽ ഇനി അങ്ങോട്ട് പോയാൽ അടുപ്പത്തോരെ സാധനം ഉണ്ടാകുമ്പോൾ അതിന് നേരം പോകും. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അടുപ്പത്ത് അങ്ങനെയാണ് നാസാവും. എനിക്ക് അങ്ങനെ കുറേ അനർത്ഥങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മീനിക്ക് എങ്ങനെ ആയാലും ലേശം മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് ഒന്ന് കായം കൂട്ടി വെക്കട്ടെ, കുറച്ച് എരിയൊക്കെ കൂടുതൽ ഇടട്ടെ. കാരണം മീൻ ലേസമുള്ളൂ. അപ്പം എല്ലാവർക്കും എത്തിപ്പെടണമല്ലോ. ലേസല്ല അന്ന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കാരണം മീൻ കേട്ടോ. തോനുണ്ടെങ്കിൽ തിന്നൂലടാന്ന് പറഞ്ഞാൽ ഷാലും തിന്നൂല മോനും തിന്നൂല അങ്ങനെയാണ്. അപ്പം പിന്നെ മീൻകാരാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തോനെ മീനൊന്നും ഉണ്ടാക്കില്ല, ലേസം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുക. കാരണം ലേസം പൊരിച്ചാലും എനിക്ക് ചീത്ത കേൾക്കലുണ്ട് കേട്ടോ, ഇല്ലാഞ്ഞിട്ടല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് ലേസം തന്നെ ഉള്ളു. അപ്പം അത് ഞാൻ അടുപ്പത്ത് വെക്കാം. ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ. അത് നല്ല മട്ടത്തിൽ ഇങ്ങനെ അടുപ്പത്ത് കിടക്കട്ടെ. പിന്നെ എന്താ വെച്ചിട്ടാ അടുപ്പ് ഇങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. എളുപ്പം പണി നോക്കാം. അപ്പം മീനിൻ്റെ എരി പിടിച്ചാനൊന്നും കാത്തു നിൽക്കില്ല. പിന്നെ അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് അവിടെ കായം കൂട്ടി കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടേക്ക് ഇരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഇത് വേറിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേറിട്ട് കിട്ടാൻ നേരം വൈകി അതേ. അപ്പം എങ്ങനെയായാലും ഒരു ചട്ടി മീനുണ്ട് കേട്ടോ. വെച്ച് നോക്കുമ്പോൾ ചട്ടി മീൻ എങ്ങനെയായാലും കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടി ചെയ്യട്ടെ കേട്ടോ. അപ്പം നമ്മൾ കോളിഫ്ലവറും കേങ്ങും കൊണ്ട് നുറുക്കി വെച്ചിട്ട് സാമ്പാർ വെക്കാൻ അതിക്കൊരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാതും കൂടെ ചെയ്ത് ഇങ്ങോട്ട് സെറ്റാക്കി എളുപ്പമുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ലേശം വെളുത്തുള്ളിയൊക്കെ തോലൊളിച്ചിട്ട് അതിക്ക് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ ലേശം ചെറുള്ളി തോലൊളിച്ചിങ്ങാണ്ട് അതിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇനി പരിപ്പൊന്നും പാടെ കുത്തി ഉടച്ചിങ്ങാണ്ട് ഇതാക്കുക. ഞാൻ എന്നിട്ട് എയർ പോയിട്ട് പരിപ്പ് നോക്കി മക്കളെ വെന്തീന്നില്ല കേട്ടോ. അപ്പോൾ 2 വിസിൽ വന്നിട്ടുള്ളൂ. അത് എനിക്ക് ധൃതി കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ കല്ല് പോലെ തന്നെ. അപ്പം ഞാൻ ലേശം പാടെ വെള്ളം പാർന്നിട്ട് അടുപ്പത്ത് വെച്ചുങ്ങാണ്ട് വിസിലടിച്ചിട്ട് വെച്ചിട്ട് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിക്കില്ല കോളിഫ്ലവറും കേങ്ങും തക്കാളിയും വെല്ലുള്ളിയും ചെറുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നേരാക്കി അതൊരു പാത്രത്തിൽ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിക്കും നമ്മൾ ലേശം തേങ്ങ അരച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. സാമ്പാർ വെക്കുമ്പോൾ നല്ല രസമുള്ള കറിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ കോളിഫ്ലവർ കൊണ്ട് ഇടയ്ക്കൊക്കെ കറി വെച്ച് നോക്കുക. നമ്മൾ കോളിഫ്ലവർ കറി വെക്കില്ല, കറി വെക്കാൻ വെച്ചിട്ടൊരു സാധനമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണം. അപ്പം പരിപ്പ് ഇപ്പം നല്ല വെന്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ അമർത്തുന്ന സാധനം ഉണ്ടെങ്കിൽ നല്ല സുഖമാട്ടോ, നല്ല ഉടഞ്ഞ് കിട്ടും. ഇത് എന്നോട് ഒരാൾ ചോദിച്ചു എവിടുന്നാ വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പം നമുക്ക് സന്തോഷമായി. ഇത് എനിക്കും അത് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒന്ന് കിട്ടാൻ. അപ്പം എങ്ങനെയായാലും പീടികക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ അതൊന്ന് വാങ്ങി പോന്നതാണ്. അപ്പം നമ്മൾ പരിപ്പൊക്കെ നല്ല ഉടച്ചിട്ട് അതിക്കത് നമ്മൾ നുറുക്കി വെച്ച കോളിഫ്ലവറും കേങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എളുപ്പമാണ് ഇങ്ങനെ കറി വെക്കാൻ. കോളിഫ്ലവറിന് ഇപ്പോൾ വലിയ വിലയില്ലല്ലോ, എന്തും ഉണ്ടാക്കാമല്ലോ. പൊരിക്കണമെങ്കിൽ പൊരിക്കുക, കറി വെക്കണമെങ്കിൽ കറി വെക്കാം. അപ്പം ഞാനിന്ന് ഇപ്പേരി ഒന്നും ഉണ്ടാക്കാതെ കറി വെക്കാനുള്ള പുറപ്പാടാണ്. ഉപ്പേരി വെക്കുക വെച്ചാൽ അല്ലെങ്കിൽ മസാല വെക്കണം. അപ്പം മസാല വെച്ചാൽ ഇനി തേങ്ങ ചിരകണം. അതാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ പൊരിച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പൊരിച്ചിട്ട് ഇന്ന് എങ്ങനെയായാലും നടക്കൂല, പൊരിച്ചണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എല്ലാം പാടെ ഒപ്പം വെച്ചു. അതിക്ക് പാകത്തിന് പുളിയും പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെച്ചുങ്ങാണ്ട് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. കാരണം കിഴങ്ങായാലും കോളിഫ്ലവർ ആയാലും വലിയ വേവൊന്നുമില്ലല്ലോ. ഒരു വിസിലടിച്ചിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിൻ്റെ എയറൊക്കെ പോയിട്ട് വേണം തുറന്ന് നോക്കാൻ. എന്നാൽ പിന്നെ എളുപ്പം റെഡി ആയി കിട്ടുമല്ലോ. അത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വീതനമേ നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ പണി. രാവിലെ നമുക്ക് ഇരിക്കാൻ ഒരു നേരേ കിട്ടൂല കേട്ടോ. അപ്പം ഞാനിഞ്ഞ് വീതനമത്തെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ലേശം വെള്ളം വീതനമ തെളിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഇളക്കോളൊക്കെ ഒന്ന് തുടച്ചങ്ങാണ്ട് കബോർഡ്ക്ക് വെക്കട്ടെ. എന്നാൽ പിന്നെ ഇതിമ്മക്ക് നോക്കണ്ടല്ലോ. പിന്നെ എല്ലാതും കഴിഞ്ഞ് നമുക്ക് ചായ കുടിച്ചാലും ഒന്നിനും തോന്നൂലല്ലോ. ഇനി നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയ പരിപാടിക്കൊന്നും തോന്നൂല. അതാണ് ഞാൻ ചായ കുടിക്കുമ്പോഴത്തേന് ഏകദേശം എല്ലാ പണിയും കഴിച്ചു കേട്ടോ. ഇപ്പം 8:30 ആയിട്ടില്ല കേട്ടോ. നമ്മളെ ഷാലു വരാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇതൊക്കെ ശരിയാക്കി അത് കൂട്ടിക്ക് വെച്ചു. വീതനമേ ലേശം വെള്ളം പാർന്നുങ്ങാണ്ട് ഒന്നിങ്ങോട്ട് തുടച്ചെടുക്കട്ടെ. എന്നാൽ നമ്മളെ വീതനാണ് ശരിയായി കിട്ടും ചെയ്യും. അപ്പോൾ കണ്ടില്ല നിങ്ങൾ എത്ര തുടച്ചാലും നമ്മളെ വീതൻ്റെ പൂപ്പ് പോവില്ല. ടൈമിൽ പോയി ഇങ്ങോട്ട് പൊന്തുകയാണെങ്കിൽ എത്ര തുടച്ചിട്ടും കാര്യമില്ല, ഇങ്ങോട്ട് പൊന്തിങ്ങാണ്ടിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കണ്ടില്ല നമ്മളെ കോളിഫ്ലവറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി എന്താ പരിപാടി, ഇതിലേക്ക് കുറച്ച് പരിപാടി ചിജ്ജാണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെയാണ് കടു പൊട്ടിച്ചിട്ട് ഈ കോളിഫ്ലവർ കറി നല്ല രസമുണ്ട് കേട്ടോ. ഇവർക്ക് എങ്ങനെയായാലും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ തേങ്ങ പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിക്ക് ഞാൻ 2 മണി വലിയ ജീരകവും 2 മണി ചെറിയ ജീരകവും കൂട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നതാണ്. അത് അരക്കുമ്പോൾ അതുപോലെ തന്നെ ചുവന്നുള്ളിപ്പോണിയും
വെളുത്തുള്ളി പോണൊക്കെ തോനെ കൂട്ടിയത് ഒരു ചുവക്കാത്രം കൂട്ടിയിട്ട് അരച്ചു അത് ഇതിലേക്ക് പറന്ന് കൊടുത്തു. ഇനി ലേസം ഉപ്പിട്ട് കൊടുക്കുക, അതായത് നാമ ചോക്കുമ്പോൾ ഉപ്പില്ല കേട്ടോ. അപ്പം ലേസം ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒന്നും പാടെ കത്തിച്ചാലേ പുറപ്പാടാണ് കേട്ടോ. പിന്നെ നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറയാൻ മറന്നില്ലേ, എൻ്റെ വീഡിയോക്ക് ലൈക്ക് വളരെ കമ്മിയാണ് കേട്ടോ. നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കണമെന്ന് തോന്നുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. എങ്ങനെ ആയാലും വരുന്ന നേരത്തെ നമ്മൾ വായിച്ചില്ലെങ്കിലും രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ കമൻ്റൊക്കെ നോക്കും. എനിക്ക് കമൻറ്റ് കാണുന്നത് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കറി ആയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഇതൊന്ന് കടു പൊട്ടിച്ച് കണ്ടതേക്ക് പാരാൻ. അപ്പോൾ കടു പൊട്ടിച്ചുമ്പോൾ ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. ഇവിടെ ഉണക്കമുളക് എങ്ങനെയായാലും ഞാൻ കൊടുന്ന് വെച്ചുക. ഉണക്കമുളക് കേടുന്നതിന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു കവറിൽ ഇട്ടുങ്ങാണ്ട് കെട്ടിങ്ങാണ്ട് വെച്ചാൽ മതി കേട്ടോ. എളുപ്പമുണ്ട്. എന്നാൽ പിന്നെ കേടില്ല. ഉണക്കമുളകൊക്കെ നമ്മൾ കൊണ്ടാൻ പറയാൻ മറക്കും. അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. അതിൽ കടു പൊട്ടിച്ച് അതിൽ പാർന്നിട്ടുള്ളൂ. കടു പൊട്ടിച്ചുമ്പോൾ 2 മണി ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നും പാടെ രസം കൂടും കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ എന്നുള്ളൂ കേട്ടോ. ഇനി ഞാൻ എങ്ങനെ ആയാലും പാത്രമൊക്കെ മൂറി വീതനൊക്കെ തുടച്ചിട്ടല്ല. ഇനി ഗ്യാസൊക്കെ ഒന്ന് തുടക്കണം. ഈ പരിപ്പും കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസുമൊക്കെ നല്ല തെറിച്ചിട്ടുണ്ടാവും. ദോശ ചുടുമ്പോൾ നമ്മളെ ഗ്യാസിൻ്റെ അടുപ്പ് തുടക്കാനൊക്കെ പണിക്കാറല്ലേ. അപ്പം ഇന്നത്തെ വിഭവം ദിമ്മണ്ട് അവസാനിക്കുക. ഇന്ന് ഉപ്പേരി ഒന്നുമില്ല. മീൻ പൊരിച്ചു, ചോറ് വെച്ചു, ചാറ് വെച്ചു, പത്തിരി ചുട്ടു. കണ്ടില്ല നിങ്ങൾ. അപ്പം ഇനി എന്താ പരിപാടി എന്നുണ്ടാവില്ല. ഇനി നമ്മൾ തിരുമ്പിയിട്ടില്ല, എന്താണ് അടിച്ചോരിട്ടുകൊണ്ടു തുടച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പരിപാടിയൊക്കെ ചെയ്യണം. അപ്പം ഇതിന് ശാല് വരും. ബാത്റൂമൊക്കെ മോറി വന്ന് കാര്യങ്ങളൊക്കെ നടത്തി സോപ്പും പൊടിയിലിട്ട് മുറ്റടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മളെ ശാല് വരും. കുറച്ച് നേരത്തെ അങ്ങോട്ട് നീച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും കേട്ടോ. ഒരു 4:30 നീച്ച് നിസ്കരിച്ച് നമ്മൾ അടുക്കളയിൽ കയറുന്നത് നല്ലൊരു ഉന്മേഷം കിട്ടും. നമ്മൾ ആ നേരത്തിനും കാലത്തിനും പണി ചെയ്താൽ നമുക്ക് വെറുതെ ഒരു കഷ്ടം പോലെ നേരെ കാരണം. അപ്പം മക്കളെ കണ്ടില്ല, എല്ലാ വിഭവങ്ങളുമായി. അപ്പോൾ ഷാലു വന്നിട്ടുണ്ട്. ഷാലു വന്നപ്പോഴത്തേന് ഞാൻ തിരുമ്പാനൊരു സോപ്പും പൊടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷാലുവിന് ആദ്യം വിളമ്പി കൊടുക്കട്ടെ. മുട്ട വേണ്ടാന്ന് പറയുന്നത് നിർബന്ധിച്ച് തീറ്റിച്ച എന്തേലും ഒന്ന് കൊടുക്കുമ്പോൾ തിന്നോക്കിയാലേ രസം ഉണ്ടോ ഞാൻ അറിയുള്ളൂ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടത്. അപ്പം എൻ്റെ നിർബന്ധപ്രകാരം ഞാനൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടോ. അപ്പം മക്കളെ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ എൻ്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.